നമസ്കാരം. അപ്പോൾ നമ്മുടെ 2025 PSC നടത്തിയ എക്സാമുകളുടെ ചോദ്യങ്ങൾ നോക്കുന്ന സീരീസിൽ നമ്മുടെ 4ാമത്തെ വീഡിയോ ആണിത്. നമ്മൾ ഓൾറെഡി ഒരു 3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഗ്യാപ്പ് വന്നിട്ടാണ് ഇപ്പോൾ 4ാമത്തെ വീഡിയോ ചെയ്യുന്നത്. ഇനി മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെയിലി ഒരു 200 ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 4ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ആദ്യത്തെ 3 വീഡിയോ കാണാത്ത ആളുകൾ ജസ്റ്റ് നമ്മുടെ ചാനൽ കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു 1200ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ 3 വീഡിയോയിലായിട്ട് നോക്കിയിട്ടുണ്ട്. അത് നോക്കിയതിന് ശേഷം ഇതും കൂടി നോക്കാം. ഇതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ആണ് ഫ്രാൻസ്. രണ്ടാമത്തെ ചോദ്യം: തീവ്ര ദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായിട്ടുള്ള പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം ഏതാണ്? തീവ്ര ദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായിട്ടുള്ള പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം. ഇതിൽ ആൻസർ ഇല്ല, ഇത് ക്യാൻസൽ ആയ ക്വസ്റ്റ്യൻ ആണ്, ഓർത്തു വെച്ചാൽ മതി. പാൻസ്ലാവ് എവിടെയാ? റഷ്യയിലാട്ടോ, റഷ്യയിലാണ്. മൂന്നാമത്തെ ചോദ്യം: ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാ? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ഓപ്ഷൻ ബി ആണ്, വാഗ്ഭടാനന്ദനാണ്. നാലാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ നാഷണൽ ആർമി, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സ്വരാജ് പാർട്ടി, ഗദ്ദാർ പാർട്ടി, ഈ സംഘടനകൾ സ്ഥാപിച്ച വ്യക്തികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ ഏതാ? സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ആരാ? സ്വരാജ് പാർട്ടി ഇന്ത്യൻ നാഷണൽ ആർമി അല്ലെ, ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാ? റാഷ് ബിഹാരി ബോസ് ആണ് അല്ലെ, റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി. ഇനി ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആണെങ്കിൽ ഇതാ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആണെങ്കിൽ സൂര്യസെൻ ആണ്. സ്വരാജ് പാർട്ടി ആരാ? ഓപ്ഷൻ ഒന്നാമത്തത് CR ദാസ്. ഗദ്ദാർ പാർട്ടി ആരാ? ലാലാ ഹർദയാല്. ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ് ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ. സ്വരാജ് പാർട്ടി CR ദാസ്. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാല്. അഞ്ചാമത്തെ ചോദ്യം: 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലിഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലിഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? ഓപ്ഷൻ ബി ആണ്, നൃത്തമാണ്. ആറാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതിൽ ശരിയായ പ്രസ്താവന മാത്രമേ വായിക്കുന്നുള്ളൂ. ഒന്ന്, നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം എന്തായിരുന്നു? കർഷക സമരമാണ്. നീലം കർഷകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗാന്ധിജി നടത്തിയ സമരമാണ് ഇത്, ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അതുപോലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ട്? സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 2ഉം 3ഉം എന്താണ്? തെറ്റാണ്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. കർഷക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു അഹമ്മദാബാദിലെ സമരമാണോ? തെറ്റാണല്ലേ. ഏതായിരുന്നു? കർഷകമല്ല, നമ്മൾ മിൽ സമരമാണ് അല്ലെ, മിൽ സമരമാണ് ഇത്, അഹമ്മദാബാദ് സമരം എന്ന് പറയുന്നത്. ഇനി തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്നപരിഹാരത്തിനായിരുന്നു ഗാന്ധിജി നടത്തിയ ഖേദ എന്തായിരുന്നു? ഖേദ ഒരു കർഷക സമരമാണ്. തുണിമിൽ തൊഴിലാളികളുടേതല്ല, കർഷക സമരമായിരുന്നു ഇത് ഖേദ എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തെ ചോദ്യം: പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശം ഏതാ? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശം ചോദിച്ചാൽ ഏതാ? തമിഴ്നാട്ടിലെ നീലഗിരിയാണ്. എട്ടാമത്തെ ചോദ്യം: ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു. ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു. ഏതാ? ഓപ്ഷൻ എ ആണ്, തുഷാരമാണ്. ഒൻപതാമത്തെ ചോദ്യം: NW3 അല്ലെങ്കിൽ ദേശീയ ജലപാത 3 ഏത് മുതൽ ഏത് വരെയാണ്? NW3 ഏത് മുതൽ ഏത് വരെയാണ്? അലഹബാദ് മുതൽ ഹാൽഡിയ വരെ, കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ, സാദിയ മുതൽ ദുബ്രി വരെ, മുകളിൽ കൊടുത്തവ അല്ല. ഏതാ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, മുകളിൽ കൊടുത്തവ അല്ല എന്നുള്ളതാണ്. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ എന്നല്ല, PSC ആൻസർ കൊടുത്തേക്കുന്നതും മുകളിൽ കൊടുത്തവയല്ല എന്നാണ്.
NW3 നമ്മൾ പഠിക്കുന്ന ഏതാ? കൊല്ലം മുതൽ കോട്ടപ്പുറം അല്ലെങ്കിൽ കൊല്ലം മുതൽ കോഴിക്കോടാണ് കേട്ടോ. കൊല്ലം മുതൽ കോട്ടപ്പുറം അല്ലെങ്കിൽ കൊല്ലം മുതൽ കോഴിക്കോടാണ്. PSC ഇതിൽ ആൻസർ കൊടുത്തിരിക്കുന്നു, മുകളിൽ കൊടുത്തവ അല്ല എന്നുള്ളതാണ്. 10ാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ അവസാദ ശിലകൾക്ക് ഉദാഹരണം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ അവസാദ ശിലകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? അവസാദ ശിലകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ഏതൊക്കെയാ? അവസാദ ശിലകൾക്ക് ഉദാഹരണം ചുണ്ണാമ്പ് കല്ലും കൽക്കരിയും കേട്ടോ. ചുണ്ണാമ്പ് കല്ലും കൽക്കരിയുമാണ്. ചുണ്ണാമ്പ് കല്ലും കൽക്കരിയുമാണ്. 11ാമത്തെ ചോദ്യം, ആകാശത്തില് പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം ഏതാണ്? ആകാശത്തില് പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം ചോദിച്ചാൽ ഏതാ? സ്ട്രാറ്റസ് ആണ്. ഓപ്ഷൻ ഡി സ്ട്രാറ്റസ് ആണ്. 12ാമത്തെ ചോദ്യം, അനാസാഗർ തടാകം ഏത് സംസ്ഥാനത്താണ്? അനാസാഗർ തടാകം ഏത് സംസ്ഥാനത്താ? ഓപ്ഷൻ ബി ആണ്, രാജസ്ഥാനിലാണ്. 13ാമത്തെ ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാ? ഓപ്ഷൻ സി ആണ്, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്കാണ്. 14ാമത്തെ ചോദ്യം, ആഗോളവൽക്കരണം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആഗോളവൽക്കരണം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എന്താ? രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രുത സംയോജന പ്രക്രിയയാണ്. ശരിയാണ്. രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിക്ഷേപവും സാങ്കേതിക വിദ്യയും നീങ്ങുന്നു. ലോകത്തിലെ മിക്ക പ്രദേശങ്ങളും പരസ്പരം അടുത്ത ബന്ധം പുലർത്തുന്നു. ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അർത്ഥമാക്കുന്നത്? രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രുത സംയോജന പ്രക്രിയയാണ്. അതുപോലെ രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിക്ഷേപവും സാങ്കേതിക വിദ്യയും നീങ്ങുന്നു. ലോകത്തിലെ തന്നെ മിക്ക പ്രദേശങ്ങളും പരസ്പരം അടുത്ത ബന്ധം പുലർത്തുന്നു. 15ാമത്തെ ചോദ്യം, വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ്, 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. 16ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായതെന്ന് കണ്ടെത്തുക. ഹരിത വിപ്ലവത്തിനെ കുറിച്ചുള്ള തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. 1, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക ശരിയാണ്. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വിദേശ ആശ്രയത്വം നേടിയെടുക്കുക തെറ്റാണ്. ആശ്രയത്വം എന്ത് ചെയ്യുക? കുറക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഹരിത വിപ്ലവത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ തെറ്റാണ്. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? വിദേശ ആശ്രയത്വം നേടിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ തെറ്റാണ്. ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക, അതെന്താണ്? ശരിയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 2ാമത്തെ പ്രസ്താവന തെറ്റാണ്. 17, വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാ? ഇതിൽ ഉൾപ്പെടാത്തത് പണം അച്ചടിച്ചിറക്കുക. അത് ആരുടെ ധർമ്മ? RBIയുടെ ധർമ്മമാണ് എന്തെന്ന് പറയുന്നത്? പണം അച്ചടിക്കുക എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക, ലോക്കർ സൗകര്യം നൽകുക, ഇതൊക്കെ എന്താണ്? വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളാണ്. 18ാമത്തെ ചോദ്യം, 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ എ ആണ്, ജയതിലക അല്ലേ? ഓപ്ഷൻ ബി ആണ്, എ ജയതിലക. 19ാമത്തെ ചോദ്യം, പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിക്കൊണ്ട് ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താ? പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിക്കൊണ്ട് ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് ചോദിച്ചാൽ എന്താ? ഓപ്ഷൻ ഡി ആണ്, ഓപ്പറേഷൻ സിന്ദൂർ അല്ലെ? ഓപ്പറേഷൻ സിന്ദൂർ. 20ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. 1,
1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. ആണോ? ശരിയാണ്. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് എന്തുന്നത് ICA വന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിച്ചത്. 2, ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനസംഖ്യക്ക് ആനുപാതികമായിക്കൊണ്ട് പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനസംഖ്യക്ക് ആനുപാതികമായിക്കൊണ്ട് പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെയാണ്. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 3ാമത്തെ ചോദ്യം, 5 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചത്. ആണോ? തെറ്റാണ്. ഇവിടെ എന്താ തെറ്റ്? 5 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്നല്ല, 10 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചത്. 5 ലക്ഷം അല്ല, 10 ലക്ഷം ആണെന്ന് കാര്യം ഓർത്ത് വെക്കുക. 1ഉം 2ഉമാണ് ശരി. 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. 21ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. മൗലിക അവകാശങ്ങളെ ചേരുംപടി ചേർക്കാൻ വേണ്ടി ആർട്ടിക്കിളും അതിലെന്താണ് വിവരിക്കുന്നത് എന്നുള്ളതും ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ട്. 1ാമത്തെ എന്താ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഭരണം നടത്താനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 30 ഏതാ? ആർട്ടിക്കിൾ 30 ആർട്ടിക്കിൾ 30. ഇനി മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം. മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണല്ലേ, വകുപ്പ് 26. ആർട്ടിക്കിൾ 26 ആർട്ടിക്കിൾ 26. ഇനി സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുന്നത് ഏത്? ആർട്ടിക്കിൾ 18. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുന്നത് ആർട്ടിക്കിൾ 18. അറസ്റ്റിനും തടങ്കലിനും എതിരായിട്ടുള്ള സംരക്ഷണം ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 22. അറസ്റ്റിനും തടങ്കലിനും എതിരായിട്ടുള്ള സംരക്ഷണം ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 22. 22ാമത്തെ ചോദ്യം, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താ? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിന്റെ പേര് ചോദിച്ചാൽ എന്താ? BR ഗവായി. ഓപ്ഷൻ സി ആണ്, BR ഗവായി. 23ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. 1, 1978 വരെ സ്വത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമായിരുന്നു. ആണോ? ആണ്. നിലവിൽ സ്വത്തവകാശം മൗലിക അവകാശമല്ല. അത് 1978 വരെയായിരുന്നു ഇന്ത്യയിൽ സ്വത്തവകാശം എന്തായിട്ടുണ്ടായിരുന്നത്? മൗലിക അവകാശമായിട്ട് ഉണ്ടായിരുന്നത്. 2ാമത്തെ പ്രസ്താവന, ഭരണഘടനയുടെ 30A വകുപ്പ് പ്രകാരം നിലവിൽ വന്ന സ്വത്തിനുള്ള അവകാശം ഒരു നിയമപരമായ അവകാശം മാത്രമാണ്. തെറ്റാണ്. ആർട്ടിക്കിൾ 300A ആർട്ടിക്കിൾ 300A നിലവിൽ സ്വത്തവകാശം അല്ലെങ്കിൽ സ്വത്തിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 300A ആണ്. ഓർത്തു വെക്കുക. സ്വത്തിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ, സ്വത്തവകാശത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ, നിലവിൽ ചോദിച്ചാൽ എത്രയാ? 300A ആണ്. 300A ആണ്. മുൻപ് പ്രതിപാദിച്ചിരുന്നത് ഏതിലായിരുന്നു? മുൻപ് പ്രതിപാദിച്ചിരുന്നത് അറിയുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്യണം. മുമ്പ്, അതായത് സ്വത്തവകാശം മൗലിക അവകാശമായിരുന്ന കാലത്ത് അത് ഏത് ആർട്ടിക്കിൾ ആയിരുന്നു ഉണ്ടായിരുന്നത്? 3ാമത്തെ പ്രസ്താവന, അപ്പൊ ഇത് തെറ്റാണ്. 3ാമത്തെ പ്രസ്താവന, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് സ്വത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. തെറ്റാണ്. ആര് പ്രധാനമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു? മൊറാർജി ദേശായി. ഓർത്തു വെക്കുക. മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് എന്ത് ചെയ്യുന്നത്? സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏത് മാത്രമേ ഉള്ളൂ? 1ാമത്തെ പ്രസ്താവന മാത്രമേ ഉള്ളൂ. 24, താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഏതാ? ഓപ്ഷൻ സി ആണ്, ഇൻഷുറൻസ്. ഏതാ? ഇൻഷുറൻസ് ആണ്. വിദ്യാഭ്യാസം, വനം ഏതാ? വിദ്യാഭ്യാസമാണെങ്കിൽ കൺകറന്റ് ആണ്. വനമാണെങ്കിൽ ഏതാ? കൺകറന്റ് ആണ്. പോലീസ് ആണെങ്കിൽ ഏതാ? സ്റ്റേറ്റ് ലിസ്റ്റ്. 25ാമത്തെ ചോദ്യം,
ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്ന ഭരണഘടനാ ഭേദഗതികളെ ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ എന്താ? 42ാമത്തെ ഭേദഗതി. 42ാം ഭേദഗതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മിനി ഭരണഘടന എന്നറിയപ്പെടുന്ന അമെൻമെന്റ് ആണ് ഏത്? 42ാമത്തെ ഭേദഗതി. ഇനി 61ാമത്തെ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാ? 61ാമത്തെ ഭേദഗതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചത്. തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 നിന്ന് 18 കുറച്ച ഭേദഗതിയാണ് ഇത് 61ാമത്തെ ഭേദഗതി. ഇനി 74ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാ? 74 എന്താ? നഗരപാലിക അല്ലെ, നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ കുറിച്ച് പറയുന്നതാ കൊണ്ടുവന്നത് അല്ലെങ്കിൽ നഗരസഭയൊക്കെ വന്നത് ഏത് ഏത് ഭേദഗതി പ്രകാരം? 74ാമത്തെ ആണ്. പഞ്ചായത്തി രാജ് ആണെങ്കിൽ ഏതാ? 73. പഞ്ചായത്തി രാജ് നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ 73ാം ഭേദഗതിയാണ്. ഇനി നഗരപാലിക ഭേദഗതി വന്നത് ഏത് ഭേദഗതി പ്രകാരമാണെന്ന് ചോദിച്ചാൽ ഏതാ? 74ാം ഭേദഗതിയാണ്. ഇനി 91ാമത്തെ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാ? മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത്. മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം ആകെ സഭയിലെ അംഗങ്ങളുടെ 15% എന്ന് പറയുന്നത് ആർട്ടിക്കിൾ അല്ലെങ്കിൽ അതിലേക്ക് വന്ന അമെൻമെന്റ് ചോദിച്ചാൽ ഏതാ? 91ാമത്തെ അമെൻമെന്റ് ആണ്. 91ാമത്തെ അമെൻമെന്റ് ആണ്. 26ാമത്തെ ചോദ്യം കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളെയും വാർഡുകൾ വിഭജിച്ചിട്ട് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചോദിച്ചാൽ ആരായിരുന്നു? ഡോക്ടർ എ ഷാജഹാൻ ആയിരുന്നു. ആരാ? ഡോക്ടർ എ ഷാജഹാൻ ആണ്. 27 സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെ നിയമിക്കുന്നത് ആരാ? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെ നിയമിക്കുന്നത് ആരായിരിക്കും? സംസ്ഥാനത്തെ ഗവർണർ ആയിരിക്കും. 28ാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചാ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, ലാഹോറിൽ വെച്ചാണ്. 29ാമത്തെ ചോദ്യം ഇന്ത്യൻ ആദായ നികുതി നിയമം 1961 പ്രകാരം ഒരു ആൻസർ അവിടെ നമുക്ക് പഠിക്കാനൊരു ക്വസ്റ്റ്യൻ കിട്ടി. ആദായ നികുതി നിയമം നിലവിൽ വന്ന വർഷം ഏതാ? 1961. ഇത് പ്രകാരം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി ഏതാ? തന്നിരിക്കുന്നതിൽ പ്രത്യക്ഷ നികുതി ഏതൊക്കെയാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏതൊക്കെയാ? ഒന്ന് വ്യക്തിഗത ആദായ നികുതി. ഏതാ? വ്യക്തിഗത ആദായ നികുതിയും അതുപോലെ കോർപ്പറേറ്റ് നികുതിയുമാണ്. വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയുമാണ്. 30ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായിട്ട് യോജിക്കുന്നത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഒന്ന്, ഗ്രാമപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ആവശ്യാനുസരണം ഉറപ്പാക്കുക. നിലവിൽ എത്രയാ? 100 ദിവസം തന്നെയാണ്. പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ അത് 125 ആണ്. അപ്പോൾ അത് ശരിയാണ്. 2, ദരിദ്രരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഭവ അടിത്തറ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്നതാണ് ഇത് തൊഴിലുറപ്പ് പദ്ധതി. സാമൂഹിക പിന്നോക്കം നിലനിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പദ്ധതിയിൽ ചേർത്തിട്ടുണ്ട്. 3 പ്രസ്താവനകൾ എന്താണ്? ശരിയാണ്. 31ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സർക്കാർ ധനനയത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതൊക്കെയാന്ന് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സർക്കാരിന്റെ ധനനയത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായത് ഏതൊക്കെയാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. 1, സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക. 2, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. 3, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ഇത് 3 എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. സർക്കാരിന്റെ ധനനയവുമായി ബന്ധപ്പെട്ടതാണ് ഇതൊക്കെ. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യമായിട്ടുള്ള ചെലവുകൾ നിയന്ത്രിക്കുക.
32ാമത്തെ ചോദ്യം 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാരാണ്? ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് വിക്രം മിസ്രിയാണ്. 33ാമത്തെ ചോദ്യം ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായിട്ട് കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതിയുടെ പേരെന്താണ്? എന്താ? ഓപ്ഷൻ എ ആണ് പ്രചോദനം പദ്ധതിയാണ്. 34ാമത്തെ ചോദ്യം 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ന്യൂഡൽഹി. ഇനി എന്താണ് ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ? ക്യൂണിക്കൾച്ചർ ഓപ്ഷൻ ബി ആണ് മുയൽ വളർത്തലാണ്. 36 റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏതാണ്? റോബർട്ട് ബ്രൗൺ ആരായിരുന്നു? റോബർട്ട് ബ്രൗൺ കോശ കേന്ദ്രം കണ്ടെത്തിയ വ്യക്തിയാണ് റോബർട്ട് ബ്രൗണ്. 37 എന്താണ് പിനാങ്ക സബ്ടെറേനിയ? എന്താണ് പിനാങ്ക സബ്ടെറേനിയ എന്ന് പറഞ്ഞാൽ? ഇത് PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. 38 രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ഏതാണ്? തന്നിരിക്കുന്നതിൽ രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ് ഓപ്ഷൻ ബി ഗ്ലോബുലിൻ. 39 തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാ? മീസിൽസ് ആണ്. ക്ഷയരോഗം, ഡിഫ്തീരിയ, ആന്ത്രാക്സ് ഇതൊക്കെ എന്താണ്? ബാക്ടീരിയ രോഗങ്ങളാണ്. 40 ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായിട്ടുള്ള സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഏതാ? ഓപ്ഷൻ എ ആർദ്രം. 41 വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം ഉണ്ടാകുന്ന രോഗം ചോദിച്ചാൽ ഏതാ? റിക്കറ്റ്സ് അല്ലെങ്കിൽ കണയാണ്. 42 ഗുരുത്വാകർഷണ ത്വരണത്തിന്റെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ്? സ്മോൾ ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ധ്രുവ പ്രദേശങ്ങളിലാണ്. 43 ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലത്തെ എന്താ പറയുന്നത്? ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം ഓപ്ഷൻ സി ആണ് ശ്യാനബലം. എന്താ? ശ്യാനബലം. 44 സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് ഓപ്ഷൻ എ ആണ് വേഗതയാണ്. 45 ലോകബാങ്കിന്റെ പ്രസിഡന്റായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? ലോകബാങ്കിന്റെ പ്രസിഡന്റായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജൻ ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് അജയ് ബംഗ. 46 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാ? ഓപ്ഷൻ സി ആണ് പെരുമ്പടവം ശ്രീധരനാണ്. 47 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടതാണ്? താഴെയുള്ള 4 പ്രസ്താവനകൾ വായിക്കുക. ഇത് ആരുമായി ബന്ധപ്പെട്ടതാണ് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഓപ്ഷൻ ആരുമായി ബന്ധപ്പെട്ട ഇത് ഹെൻറി മോസ്ലി കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. സമാന ഗുണമുള്ള മൂലകങ്ങളെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളും ഉണ്ട്. മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. ആരുമായി ബന്ധപ്പെട്ടതാ? ഹെൻറി മോസ്ലിയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി 48ാമത്തെ ചോദ്യം ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം? ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ആണ് ബോയിൽ നിയമമാണ്. 49ാമത്തെ ചോദ്യം നിർവീര്യ ലായകമായ ജലത്തിന്റെ pH മൂല്യം 7 ആണ്. ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്ത് കഴിഞ്ഞാൽ ലായനിയുടെ pHന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? എന്താ? 7നേക്കാൾ കുറയുകയാണ് ചെയ്യുന്നത്. 50ാമത്തെ ചോദ്യം 2024 രസതന്ത്ര നൊബേൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്?
രസതന്ത്ര നൊബേൽ പുരസ്കാരം പങ്കിട്ടത്? ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, ഡേവിഡ് ബേക്കർ ആണ്. 51ാമത്തെ ചോദ്യം, ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? IUCN. ഓപ്ഷൻ എ ആണ്, IUCN ആണ്. 52ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ: 1. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചാരണം തുടങ്ങിയത്. എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്? 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തത്? തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചാരണം ആരംഭിച്ചത്. പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത്. 2 പ്രസ്താവന എന്താണ്? ശരിയാണ്. 2025 നടന്ന IPL ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ. 53 ക്യാൻസലായ ക്വസ്റ്റ്യൻ ആണ്. 54 തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഇത് രണ്ടും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. എയും ബിയും എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. 55ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ എന്താ? മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ഏതാ? ബാലനാണ്, വിഗതകുമാരനല്ല, ബാലനാണ്. വർഷം 1938 ആണ്. 2. ആലപ്പി വിൻസെന്റ് ആയിരുന്നു വിഗതകുമാരൻ എന്ന ചിത്രത്തിന് ശബ്ദം നൽകിയത്. വിഗതകുമാരൻ എന്ന് പറയുന്ന ചലച്ചിത്രം എന്തായിരുന്നു? നിശബ്ദ ചലച്ചിത്രമായിരുന്നു, ശബ്ദമില്ലാത്തതായിരുന്നു കേട്ടോ. ആദ്യത്തെ സിനിമ ചോദിച്ചാൽ നമുക്ക് വിഗതകുമാരൻ പറയാം. മലയാളത്തിലെ ആദ്യത്തെ ചിത്രം ചോദിച്ചാൽ ഏതാ? വിഗതകുമാരൻ. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ചോദിച്ചാൽ ഏതാ? ബാലനാണ്. ബാലൻ പുറത്തിറങ്ങിയ വർഷം ഏതാ? 1938. അപ്പോൾ ഇത് രണ്ടും എന്താണ്? തെറ്റാണ്. 56ാമത്തെ ചോദ്യം, 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ്. ഓർത്തു വെക്കണേ. 57ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രസ്താവന 1. മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനം തുടക്കം കുറിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോനാണ്. ആണോ? ശരിയാണ്. മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന്റെ തുടക്കം കുറിച്ച വ്യക്തി ചോദിച്ചാൽ ആരാ? ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോനാണ്. 1884 ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോന്റെ പത്രാധിപത്യത്തിൽ വടകരയിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ച പത്രമായിരുന്നു കേരള കേസരി. ആണോ? എന്താണ്? തെറ്റാണ്. 1884 ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ ആരംഭിച്ച പത്രം ഏതാ? അത് കേരള പത്രിക കേട്ടോ. കേരള പത്രിക എന്ന കേരളത്തിൽ രാഷ്ട്രീയ പത്രപ്രവർത്തനം തുടക്കം കുറിച്ചത് ആര് തന്നെയാ? ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോനാണ്. അദ്ദേഹം 1884 ആരംഭിച്ച പത്രം ചോദിച്ചാൽ ഏതാ? കേരള പത്രിക കേട്ടോ. ഏതാ? കേരള പത്രികയാണ്. കേരള കേസരി ആരാ? കേരള കേസരി A. ബാലകൃഷ്ണപിള്ള കേട്ടോ. ആരാ? A. ബാലകൃഷ്ണപിള്ളയാണ്. ഇനി 58 തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ: 1. കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണന്മാർക്കിടയിൽ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ച യോഗക്ഷേമ സഭ നിലവിൽ വന്ന വർഷം 1908 യോഗക്ഷേമ സഭ സ്ഥാപിച്ചതാരാ? VT ഭട്ടതിരിപ്പാട്. ഏതാ വർഷം? 1908. എന്തിനു വേണ്ടിയിട്ടാ? കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണന്മാർക്കിടയിൽ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമാക്കിക്കൊണ്ട് 1908 നിലവിൽ വന്ന സംഘടനയാണ് ഏത്? യോഗക്ഷേമ സഭ. സ്ഥാപിച്ചതാരാ? VT ഭട്ടതിരിപ്പാട്. തൃശ്ശൂരിൽ വെച്ച് ചേർന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത്. അതും എന്താണ്? ശരിയാണ്. എയും ബിയും ശരിയാണ്. 59ാമത്തെ ചോദ്യം, ഡാഷിന് ഉദാഹരണമാണ് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ. ആന്റി വൈറസ് സോഫ്റ്റ്വെയറുകൾ എന്തിന് ഉദാഹരണമാണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ കേട്ടോ. ഇതിനാ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് ഇത്. ആന്റി വൈറസ് സോഫ്റ്റ്വെയർ ഒക്കെ എന്തിന് ഉദാഹരണമാണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. ഇനി കോഡ് വ്യത്യാസപ്പെടുന്നത് വരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു.
കോഡ് വ്യത്യാസപ്പെടുത്തുന്നത് വരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ എന്താ വിളിക്കുന്നത്? ഓപ്ഷൻ എ ആണ് സ്റ്റാറ്റിക് വെബ് പേജ്. എന്താ സ്റ്റാറ്റിക് വെബ് പേജ്. 61 ക്യാൻസലായ ക്വസ്റ്റ്യൻ ആണ്. 62 ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ്, മലപ്പുറമാണ്. 63ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക് ഏതാ? ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക് എവിടെയാ? ടെക്നോ പാർക്ക്, തിരുവനന്തപുരം. 64ാമത്തെ ചോദ്യം, 2005 വിവരാവകാശ നിയമം അനുസരിച്ച് താഴെ പറയുന്ന കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ അധികാരങ്ങളിൽ പെട്ടത് ഏതാണ്? തന്നിരിക്കുന്നതിൽ വിവരാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെട്ടത് ഏതാ? ഓപ്ഷൻ എ ആണ്. വ്യക്തികളെ വിളിച്ചു വരുത്തിയിട്ട് നിർബന്ധപൂർവം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയായിട്ടോ അല്ലെങ്കിൽ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കാനുള്ള അവകാശം ആർക്കുണ്ടോ? വിവരാവകാശ കമ്മീഷനുണ്ട്. 65ാമത്തെ ചോദ്യം, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടുന്നത് ഏതാ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ്. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശം ആർക്കുണ്ട്? കസ്റ്റമറിനുണ്ട്. 66ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരി അല്ലാത്ത പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. നമുക്കത് പഠിക്കുന്നില്ല, ശരിയായ പ്രസ്താവനകൾ മാത്രം നമുക്ക് പഠിക്കാം. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ഉടമ്പടികളും മറ്റ് അന്താരാഷ്ട്ര നിയമങ്ങളും പഠിക്കാനും അവ ഫലപ്രദമായിക്കൊണ്ട് നടപ്പിലാക്കുന്നതിനുമുള്ള ശുപാർശകൾ നൽകാനുള്ള അധികാരം, ഇന്ത്യയിലെ പൗരന്മാരെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാനുള്ള അവകാശം, മനുഷ്യാവകാശ മേഖലയിൽ ഗവേഷണം നടത്താനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള അധികാരം. 3 ഇതിൽ ശരിയായിട്ടുള്ളത്. 67ാമത്തെ ചോദ്യം, 2012 പോക്സോ നിയമം അനുസരിച്ചുകൊണ്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നത്? ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നത്. ഇതിൽ അതിന് ആൻസർ ഇല്ല. മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. 68ാമത്തെ ചോദ്യം, 2005 ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം അനുസരിച്ച് പരാതിക്കാരിയും പ്രതിയും സംയുക്തമായോ പ്രതി ഒറ്റക്കോ ഇരു കക്ഷികളും ഉപയോഗിക്കുന്നതോ ആയിട്ടുള്ള ആസ്തികൾ, ബാങ്ക് ലോക്കറുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കൽ, സ്ത്രീധനം ഉൾപ്പെടെ സംയുക്തമായോ വെവ്വേറെയോ കൈവശം വെച്ചിരിക്കുന്ന മറ്റേതെങ്കിലും സ്വത്ത് മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ അന്യാധീനപ്പെടുത്തുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് താഴെ പറയുന്ന ഏത് ഉത്തരവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാ? ഓപ്ഷൻ എ ആണ്, സംരക്ഷണ ഉത്തരവാണ്. 69ാമത്തെ ചോദ്യം, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാ? കാങ്കർവാലി ദേശീയോദ്യാനമുണ്ട്, മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകളുണ്ട്, ചൗസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ, ഇവയെല്ലാം എന്താണ്? ഉൾപ്പെട്ടതാണ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഏതാണ്? ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? ഉത്തരാഖണ്ഡാണ്. ഇനി മാത്സ് ആണ്. മാത്സ് നമ്മൾ നോക്കുന്നില്ല. ഇംഗ്ലീഷ് നമുക്ക് നോക്കാം. ചൂസ് ദി കറക്റ്റ് ആൻസർ. ക്രിസ്ത്യൻസ് ഗോ ടു ചർച്ച് എവറി സൺഡേ ഡാഷ് ഡേ. ഏതാ വരിക? ഓപ്ഷൻ ബി ആണ്, ഡോണ്ട്. 82 മൈ ബ്രദർ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് റീഡിംഗ് സയൻസ് ഫിക്ഷൻസ്. ഇൻട്രസ്റ്റഡ് ഇന്നല്ലേ വരും അല്ലേ? ഓപ്ഷൻ ഡി ആണ്, ഇൻ. 83 ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് ഹൗസ് dash the last 10 years. ഏതാ? for the last 10 years. if you study well you dash pass the exam. if you study well you will pass the exam അല്ലേ? ഫസ്റ്റ് ഫോം ആണ്. ഓപ്ഷൻ എ ആണ്, will pass the exam.
ഇനി ഇഫ് യു സ്റ്റഡീഡ് വെല്ലാണെങ്കിൽ ഏതാ വരിക? ഇഫ് യു സ്റ്റഡീഡ് വെല്ലാണെങ്കിൽ വുഡ് പാസ് ദി എക്സാം അല്ലേ? വുഡ് പാസ് ദി എക്സാം വരും. 85-ാമത്തെ ചോദ്യം, വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ആബ്സെന്റ് ടുഡേ. വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ആബ്സെന്റ് ടുഡേ. ഏതാ? ഓപ്ഷൻ ഈസ് ആണല്ലേ. വൺ ഓഫ് ഈസ്. 86, ഐ ഡാഷ് മുംബൈ ലാസ്റ്റ് ഇയർ. ഐ ഡാഷ് മുംബൈ ലാസ്റ്റ് ഇയർ. എന്താ? വിസിറ്റഡ്. ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. 87-ാമത്തെ ചോദ്യം, ഐ ഡാഷ് മൈ ന്യൂ ഡ്രസ് ഓൺ മൈ ബർത്ത്ഡേ. ഐ ഡാഷ് മൈ ന്യൂ ഡ്രസ് ഓൺ മൈ ബർത്ത്ഡേ. ഏതാ? ഓപ്ഷൻ ഡി ആണ്. പുട്ട് ഓൺ, ടു വിയർ അല്ലേ? വിയർ, ധരിക്കുക എന്നുള്ള, പുതിയ ഡ്രസ്സ് ധരിക്കുക. 88, ദ ആന്റണിം ഫോർ അമേച്വർ. ഏതാ? പ്രൊഫഷണൽ അല്ലെ? പ്രൊഫഷണൽ. ഓപ്ഷൻ എ ആണ് പ്രൊഫഷണൽ. ഹി ഹാഡ് ബീൻ ഇലക്റ്റഡ് ടു ദ ഡാഷ്. കൗൺസിലിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? കൗൺസിൽ. നമ്മൾ ഒരു രോഗിയെ കൗൺസിൽ ചെയ്യാറുണ്ട്, അത് വേറെ. ഇവിടെ എന്താ? ഇലക്റ്റഡ്. നമ്മൾ ഇലക്ഷൻ കൗൺസിലേക്ക് അല്ലെങ്കിൽ ഒരു കൗൺസിലേക്ക് വിജയിക്കുക എന്നൊക്കെ പറയില്ല, ആ കൗൺസിലിൻ്റെ സ്പെല്ലിംഗ് ഏതാ? ഏതാ? ഓപ്ഷൻ ബി ആണ് കൗൺസിൽ കേട്ടോ. ഓപ്ഷൻ ബി കൗൺസിൽ. 90-ാമത്തെ ചോദ്യം, സിനോണിം ഫോർ ദ അമിയബിളിൻ്റെ സിനോണിം എന്താ? എന്താ? അമിയബിൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ആട്ടോ. ഓപ്ഷൻ ഡി ഫ്രണ്ട്ലി. 91-ാമത്തെ ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പദം ഏതാ? ഓപ്ഷൻ ബി ആണ് അതിഥി. അതിഥി. ഓപ്ഷൻ ബി അതിഥി. 92, ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏതാ? തന്നിരിക്കുന്നതിൽ ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏതാ? ജനനി ആട്ടോ. ജനനി. 93, അങ്കുശം എന്നതിൻ്റെ വിപരീത പദം എന്താ? അങ്കുശം എന്നതിൻ്റെ വിപരീത പദം എന്താ? നിരങ്കുശം. ഓപ്ഷൻ ബി നിരങ്കുശം. കൺ അധികം നീർ ചേർത്തെഴുതുന്നത് എങ്ങനെയാണ്? കൺ അധികം നീർ. ഓപ്ഷൻ ബി ആണ് കണ്ണീർ. 95, ശരിയായ വാക്യം ഏതാന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള വാക്യം ഓപ്ഷൻ ഡി ആണ്, മുതിർന്നവരെ നാം ബഹുമാനിക്കണം. 96, പ്രത്യുപകാരം എങ്ങനെയാ പിരിച്ചെഴുതുന്നത്? പ്രത്യുപകാരം ഏതാ? പ്രതി അധികം ഉപകാരം. പ്രതി അധികം ഉപകാരം, പ്രത്യുപകാരം. 97, ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. തന്നിരിക്കുന്ന സമാനമായിട്ടുള്ള പരിഭാഷ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏതാ? വിതച്ചതേ കൊയ്യൂ എന്നുള്ളതാണ്. ഓപ്ഷൻ ബി വിതച്ചതേ കൊയ്യൂ. 98, ഈ പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ്? കവി. കവി എന്നതിൻ്റെ സ്ത്രീലിംഗം ഏതാ? കവയിത്രി. ഓപ്ഷൻ സി ആണ് കവയിത്രി. 99, താഴേക്ക് തന്നിരിക്കുന്നതിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം ഏതാണ്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാ? ആൺകുട്ടികൾ. ആൺകുട്ടികൾ. അതിൽ ആൺകുട്ടികൾ അല്ലേ? ഒരു ലിംഗത്തെ എടുത്തു പറയുന്നുണ്ട്. 100-ാമത്തെ ചോദ്യം, അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റപ്പദം എന്താ? ജിജ്ഞാസ അല്ല. ഓപ്ഷൻ ബി ജിജ്ഞാസ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ 1-ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ എഴുതുക. നമുക്കിതിൻ്റെ വർഷങ്ങൾ അറിയണം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാ? 1931 ഗുരുവായൂർ സത്യാഗ്രഹം. ഈഴവ മെമ്മോറിയൽ ഏതാ വർഷം? 1896. പാലിയം സത്യാഗ്രഹം ഏതാ വർഷം? 1947 അല്ലേ? നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നടന്ന ഏറ്റവും വലിയ സത്യാഗ്രഹമാണ് ഇത്. പാലിയം സത്യാഗ്രഹം 1947 ഡിസംബർ മാസത്തിലാണ് പാലിയം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഇനി വൈക്കം സത്യാഗ്രഹം ഏതാ വർഷം? 1924. വർഷം ഒന്നുകൂടി പറയാം. ഗുരുവായൂർ സത്യാഗ്രഹം 1931, ഈഴവ മെമ്മോറിയൽ 1896, പാലിയം സത്യാഗ്രഹം 1947, വൈക്കം സത്യാഗ്രഹം 1924. ഇതിൻ്റെ ആൻസർ ഏതാ വരിക? ഏറ്റവും അവസാനം നമുക്കറിയാം എന്തായാലും പാലിയം സത്യാഗ്രഹം വരുള്ളൂ. അങ്ങനെയുള്ള ഓപ്ഷൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ഏതാ? 2, 4, 1, 3. ഓപ്ഷൻ ബി ആണ്. 2-ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാ?
ആരാ? സി ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായരാണ്. മൂന്നാമത്തെ ചോദ്യം, 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാ? ലോർഡ് കഴ്സൺ ആണ്. ഓപ്ഷൻ ബി ആണ്, ലോർഡ് കഴ്സൺ ആണ്. തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ: ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ, ശരിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം, കുര്യാക്കോസ് ഏലിയാസ് ചവറ ആത്മാനുതാപം. മൂന്നും എന്താണ്? ശരിയാണ്. അഞ്ചാമത്തെ ചോദ്യം, സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാ? സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ചോദിച്ചാൽ ആരാ? വൈകുണ്ഠ സ്വാമികളാണ്. ആറാമത്തെ ചോദ്യം, 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാരാ? 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരായിരുന്നു? DK കാർവെയാണ്. ഓപ്ഷൻ ബി, DK കാർവെ. ഏഴാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനിടയായ കാരണം എന്താണ്? എന്തായിരുന്നു? ചൗരി ചൗര സംഭവമാണ്. ഇനി സന്യാസി കലാപം നടന്നത് എവിടെയാണ്? സന്യാസി കലാപം നടന്നത് എവിടെയായിരുന്നു? ബംഗാളിൽ. അല്ലെ, ഓപ്ഷൻ എ, ബംഗാളിലാണ്. അപ്പോൾ സന്യാസി കലാപം ബംഗാളിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ഏതാ? ബോംബെ സമ്മേളനത്തിലാണ്. പത്താമത്തെ ചോദ്യം, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചതാരാ? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചതാരാ? വില്യം ജോൺസ്. ഓപ്ഷൻ സി, വില്യം ജോൺസ് ആണ്. 11ാമത്തെ ചോദ്യം, ധനബില്ല് അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലാണ്? ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലാണ്? ഓപ്ഷൻ ബി ആണ്, ലോക്സഭയിലാണ്. 12ാമത്തെ ചോദ്യം, മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കേണ്ടത്? റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കൊക്കെയുള്ളത്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും, അല്ലെ? സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാ? അത് 32 പ്രകാരമാണ്. ഇനി അത് ഹൈക്കോടതി ആണെങ്കിൽ ഏതാ? ആർട്ടിക്കിൾ 226 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി, ഹൈക്കോടതി. ഇനി 13ാമത്തെ ചോദ്യം, വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഏതായിരുന്നു? നമ്മൾ തൊട്ടുമുന്നേ പഠിച്ചിട്ടുണ്ട്. ഏതാ? 61ാം ഭരണഘടനാ ഭേദഗതി. 14ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ റിപ്പീറ്റേഷൻ ഉണ്ട്, അല്ലേ? വിദ്യാഭ്യാസം ഏത് ലിസ്റ്റാ? കൺകറന്റ് ലിസ്റ്റ്. 15ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന: സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് ഏതാ? രാജ്യസഭയാണ്. രാജ്യസഭ എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയ്ക്ക് എന്തില്ല? കാലാവധിയില്ല. സ്പീക്കർ അല്ല അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ആരാ? വൈസ് പ്രസിഡന്റ് ആണ്. 16ാമത്തെ ചോദ്യം, വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? 2025 മെയ് 2-നാണ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? JD വാൻസ്. 18ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളി ആരായിരുന്നു? VP മേനോനാണ്. 19ാമത്തെ ചോദ്യം, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാ? ഓപ്ഷൻ ബി ആണ്, ഗുൽസാരിലാൽ നന്ദ. 20 ഏത് രാജ്യവുമായിട്ടാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത്? ഓപ്ഷൻ സി ആണ്, ചൈനയാണ്. 21 മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യത്തെ സംസ്ഥാനം ഏതാ? ആന്ധ്രയാണ്. 23 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ്? ഓപ്ഷൻ സി, വാരണാസി. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ISROയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ V നാരായണൻ.
25-ാമത്തെ ചോദ്യം, വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഹിരാക്കുഡ് ഏത് നദിയിലാണ്? മഹാനദിയിലാണ്. സർദാർ സരോവർ ചോദിച്ചാൽ നർമ്മദ നദിയിലാണ്. കൃഷ്ണരാജസാഗർ ആണെങ്കിൽ കാവേരിയിലാണ്. നിസാം സാഗർ ആണെങ്കിൽ ഏതാ? ഗോദാവരി. ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ നർമ്മദ, കൃഷ്ണരാജസാഗർ കാവേരി, നിസാം സാഗർ ഏതിലാ? ഗോദാവരി. 26 കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഓപ്ഷൻ എ ആണ് അഗസ്ത്യമല. 27 പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? പുനർഗേഹം എന്ന പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ചോദിച്ചാൽ ആരായിരുന്നു? മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. 28 തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാ? കൊല്ലം ചെങ്കോട്ട. 29 ഹിമാലയ പർവ്വതനിരയായി ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ഹിമാദ്രിയുടെ സവിശേഷത അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു ഹിമാദ്രിയിലല്ല. എവിടെയാ? സിവാലിക്കിലാണ്. അത് തെറ്റാണ്. സിവാലിക്കല്ല, മറ്റേ പൂർവ്വഘട്ടത്തിലാണ് അല്ലേ, വടക്കിഴക്കൻ മേഖല. അപ്പോൾ തെറ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നത് ഹിമാദ്രിയിൽ തന്നെയാണ്. മഞ്ഞുമൂടപ്പെട്ട പർവ്വതങ്ങൾ തെറ്റാണ്. നിരപ്പായ താഴ്വരകളായ ഡൂണുകൾ കാണപ്പെടുന്നത് എവിടെയാ? മഞ്ഞുമൂടപ്പെട്ട താഴ്വരകൾ പർവ്വതങ്ങൾ എവിടെ കാണുന്നുണ്ട്? ഹിമാദ്രിയിൽ കാണപ്പെടുന്നുണ്ട്. അത് ശരിയാണ്. നിരപ്പായ താഴ്വരകൾ ഡൂണുകൾ കാണപ്പെടുന്നത് എവിടെയാ? സിവാലിക്കിലാണ്. അത് തെറ്റ്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് എന്ന് പറയുന്നത് ഏതൊക്കെയാ? 1 ഉം 4 അല്ലെ? 1 ഉം 4 ആണ്. 30-ാമത്തെ ചോദ്യം, മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ഏതാ? മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ചോദിച്ചാൽ ബ്രഹ്മപുരം. 31-ാമത്തെ ചോദ്യം, 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിച്ചാൽ ഏതാ? സൗദി അറേബ്യ. 32-ാമത്തെ ചോദ്യം, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നിരിക്കുന്നതിൽ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഒന്നെന്താ? പാമ്പാടും ചോല. പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ചോദിച്ചാൽ ഏതാ? പാമ്പാടും ചോലയാണ്. ഇനി മതികെട്ടാൻ ചോലയാണെങ്കിൽ എന്താ? 2003 മതികെട്ടാൻ ചോല ദേശീയോദ്യാനമാകുന്നത്. ഇരവികുളം ഏതാ? ഇരവികുളം നീലഗിരി താർ സംരക്ഷണ കേന്ദ്രമാണ് ഇത്. ഇരവികുളം എന്ന് പറയുന്നത് സൈലന്റ് വാലി നീലഗിരി കുന്നുകളാണ് സ്ഥിതി ചെയ്യുന്നത്. പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. നീലഗിരി താർ എവിടെയാണ് സംരക്ഷിക്കപ്പെടുന്നത്? ഇരവികുളം നാഷണൽ പാർക്കിലാണ്. ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ചോദിച്ചാൽ പാമ്പാടും ചോല. 2003 ദേശീയോദ്യാനമായത് ഏതാ? മതികെട്ടാൻ ചോലയാണ്. 33-ാമത്തെ ചോദ്യം, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശിക വാദങ്ങൾ എന്നറിയപ്പെടുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശിക വാദമായിട്ടുള്ള ഉഷ്ണക്കാറ്റിനെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാ? ഓപ്ഷൻ സി ആണ്, ലൂ ആണ്. 34 PSC ക്യാൻസൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. 35 കെ സ്മാർട്ട് എന്ന പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കെ സ്മാർട്ട് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാ? കെ സ്മാർട്ട് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യവും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? കെ സ്മാർട്ട് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. 36 നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാ? നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ പെരിയാർ ടൈഗർ റിസർവ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, പുല്ലമ്പാറ. 38 കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായിട്ടുള്ള മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ് ഏതാ? കരേവയാ അല്ലെ? കരേവയാണ് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്. കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായത് മണ്ണ് ഏതാ? കരേവയാണ്. 39 ഈർപ്പവാഹിയായിട്ടുള്ള കാറ്റിന്റെ ദിശക്ക് അഭിമുഖമായിക്കൊണ്ട് നിലനിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നതിന് കാരണം
തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാ? മഴ നിഴൽ പ്രദേശം എന്ന്, അല്ലെ? ഓപ്ഷൻ സി ആണ്, മഴ നിഴൽ പ്രദേശങ്ങൾ എന്നാണ്. 40ാമത്തെ ചോദ്യം, വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായത് ഏതാന്ന് കണ്ടെത്തുക. വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റായത് ഏതാ? ഇതിൽ തെറ്റായിട്ടുള്ളത് ഒന്ന്, കല്ലടയാറിന്റെ പതനസ്ഥാനമാണ് ഏത്? വേമ്പനാട്ട് കായൽ ആണോ? തെറ്റ്. നെഹ്റു ട്രോഫി ശരിയാണ്. തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്ട് കായലിലാണ്. മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്ന കായൽ വേമ്പനാട്ട് കായൽ തെറ്റാണ്. അപ്പോൾ 1ഉം 4ഉമാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. 41ാമത്തെ ചോദ്യം, ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താ? ഓപ്പറേഷൻ ബ്രഹ്മ എന്നതിന്റെ ലക്ഷ്യം ചോദിച്ചാൽ എന്താ? മ്യാൻമറിൽ ഉണ്ടായിട്ടുള്ള ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യത്തിന്റെ പേരായിരുന്നു എന്ത്? ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത്. 42, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രൊജക്ട് എന്നറിയപ്പെടുന്നതുമായിട്ടുള്ള തുറമുഖം ഏതാ? ഓപ്ഷൻ ഡി ആണ്, നീണ്ടകരയാണ്. 43, കേരളത്തിന്റെ വനമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. കേരള വനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് കണ്ടെത്താൻ വേണ്ടിയിട്ട്. 1, കേരളത്തിലെ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളം. തെറ്റ്. എവിടെയാ? ആലപ്പുഴ. 2, കേരള ഫോറസ്റ്റ് റിസർച്ച് അക്കാദമിയുടെ ആസ്ഥാനം. കേരള ഫോറസ്റ്റ് റിസർച്ച് അക്കാദമി എവിടെയാ? പീച്ചി അല്ലേ? തൃശ്ശൂർ. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശമാണ്. ശരിയാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ഇതിൽ 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 2ഉം എന്താണ്? തെറ്റാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ചോദിച്ചാൽ ഏതാ? ഏറ്റവും കുറവുള്ള വനമുള്ള ജില്ല ചോദിച്ചാൽ ഏതാ? ആലപ്പിയാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി തൃശ്ശൂരാണ്. 44, ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. കരുമാടിക്കുട്ടൻ സ്മാരകം, ചന്ദ്രഗിരി കോട്ട, പുനലൂർ തൂക്കുപാലം, വാഗൺ ട്രാജഡി സ്മാരകം. എവിടേക്കാ? 1, കരുമാടിക്കുട്ടൻ സ്മാരകം എവിടെയാ? ആലപ്പുഴയാണ്. ചന്ദ്രഗിരി കോട്ട എവിടെയാ? കാസർഗോഡ് ജില്ലയിലാണ്. പുനലൂർ തൂക്കുപാലം കൊല്ലത്താണ്. വാഗൺ ട്രാജഡി സ്മാരകം മലപ്പുറത്ത്. തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ബോക്സർ കലാപം അമേരിക്ക, ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ചൈന, രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തത് ബോക്സർ കലാപം അമേരിക്ക, ചൈനയിലാണ്. അമേരിക്ക അല്ല, ചൈനയാണ്. ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അമേരിക്ക, ചൈനയല്ല അമേരിക്ക. രക്തരഹിത വിപ്ലവം എവിടെയാ? ഇംഗ്ലണ്ട്. അപ്പോൾ ഇത് ഇങ്ങോട്ട് മാറ്റി കൊടുത്തതാട്ടോ. ഇങ്ങോട്ട് ചൈന എന്നുള്ളത് മാറ്റി കൊടുത്തതാണ്. ബോക്സർ കലാപം ചൈനയിലാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അമേരിക്ക. ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക, രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. 46, കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം ഏതാണ്? കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം ചോദിച്ചാൽ ഏതാ? കോകില സന്ദേശം. ഓപ്ഷൻ ഡി, കോകില സന്ദേശം. 47, ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ ചേർക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ചെഴുതുക. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ചെഴുതുക. ഓപ്ഷൻ ബി ആണ്, ഭൂവൽക്കം മാൻഡില്, പുറക്കാമ്പ്, അകക്കാമ്പ്. ഭൂവൽക്കം മാൻഡില്, പുറക്കാമ്പ്, അകക്കാമ്പ്. 48, താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രസ്താവന 1, സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിട്ട് ചില അധികാരങ്ങളുണ്ട്. ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ലിസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ എന്തുണ്ട്? ഒരു നിയമം നിർമ്മിക്കാൻ സംസ്ഥാനങ്ങൾക്ക് മാത്രമായിട്ട് എന്തുണ്ട്? അധികാരങ്ങളുണ്ട്. കേന്ദ്രത്തിന് മാത്രമായിട്ടുണ്ട്. കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിന് എന്ത് ചെയ്യാം? നിയമം നിർമ്മിക്കാം. പക്ഷെ വാല്യൂ കൂടുതൽ ഏതിനാന്ന് വെച്ചാൽ അത് കേന്ദ്രത്തിനായിരിക്കും, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾക്ക്. അപ്പോൾ ഇതിൽ PSC ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത് സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിട്ട് ചില അധികാരങ്ങളുണ്ട് എന്ന് പറയുന്നത് തെറ്റ് എന്നുള്ള രീതിയിലാണ് PSCയുടെ ഫൈനൽ കീയിലുള്ളത്. PSC ഉദ്ദേശിച്ചെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. ടെസ്റ്റിംഗ് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ ആർക്ക് തന്നെ അധികാരമുള്ളത്? നമ്മുടെ സ്റ്റേറ്റിന് തന്നെയാണ്. പക്ഷെ ഇവിടെ ഫൈനൽ ആൻസർ കീയിൽ
സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിട്ട് ചില അധികാരങ്ങളുണ്ട് എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും എന്തുണ്ട്? വോട്ടവകാശമുണ്ട്. ശരിയാണ്. ആരും നിയമത്തിന് അതീതരല്ല. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടിയുണ്ട്. അതെന്താണ്? തെറ്റാണ്. അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? മൗലിക കടമകളുണ്ട് അല്ലേ? മൗലിക അവകാശങ്ങളുണ്ട്, നമുക്ക് മൗലിക കടമകളുണ്ട്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ? നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിൽ PSCയുടെ ആൻസർ പ്രകാരം 1, 4, 6 ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. 1, 4, 6 തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. 49ാമത്തെ ചോദ്യം, 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ഓപ്ഷൻ സി ആണ് ചലച്ചിത്ര രംഗം. 50ാമത്തെ ചോദ്യം, 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ഡി ആണ് സാറ ജോസഫിന്. 51 വനിതകൾക്കായിട്ട് സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? വനിതകൾക്കായിട്ട് സുഭദ്ര യോജന എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഓപ്ഷൻ ബി ആണ് ഒഡീഷ. 52 സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസ്റ്റ് അക്കാഡമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസ്റ്റ് അക്കാഡമിയും പാർക്കും നിലവിൽ വരുന്നത് ഓപ്ഷൻ ബി ആണ് ശാസ്താംപാറ. 53 കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? കരിമ്പൻ എന്താ? ഫംഗസ് ആണ്, ഫംഗസ്. 54 നാഗപതിവെക്കൽ നടത്തുന്നത് ഏത് സസ്യത്തിന് ഉദാഹരണമാണ്? നാഗപതിവെക്കൽ ഏതാ? കുരുമുളക്. 55ാമത്തെ ക്യാൻസലാണ്. 56 കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാ? തിരുവനന്തപുരം. തോട്ടവിളമാണെങ്കിൽ എവിടെയാ? കാസർഗോഡ്. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? അസ്കോർബിക് ആസിഡ് വൈറ്റമിൻ സി. 58 സിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? സിംല കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉടമ്പടിയാണ് ഏത്? സിംല കരാർ. 59 യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഏതാ? കൂടിയാട്ടം മാത്രം കേട്ടോ. തന്നിരിക്കുന്നതിൽ കൂടിയാട്ടം. 60ാമത്തെ ചോദ്യം, കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായത്, പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്നത് കോൺകേവ്, കോൺവെക്സ് അല്ല, തെറ്റ്. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നു, ശരിയാണ്. ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നു, തെറ്റ്. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളി ദർപ്പണങ്ങളാണ് കോൺവെക്സ്, ശരി. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും തന്നിരിക്കുന്നു. ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇലക്ട്രോൺ ആരാ? ജെ തോംസൺ, ശരിയാണ്. പ്രോട്ടോൺ ആണെങ്കിൽ ആരാ? റൂദർഫോർഡ്, ചാഡ്വിക് അല്ല, റൂദർഫോർഡ്. ന്യൂട്രോൺ ആണെങ്കിൽ ആരാ? ചാഡ്വിക്. അപ്പോൾ പ്രോട്ടോൺ ആണെങ്കിൽ റൂദർഫോർഡ്, ന്യൂട്രോൺ ആണെങ്കിൽ ചാഡ്വിക്. അപ്പോൾ ഇതിൽ ശരിയായത് ഏത് മാത്രമേ ഉള്ളൂ? 1 മാത്രം. 62ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്? എന്നാ സിങ്കിൻ്റെ അയിര് കലാമിൻ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏത് മൂലകത്തെയാ സൂചിപ്പിക്കുന്നതെന്ന്? 1 ന്യൂട്രോൺ കാണപ്പെടുന്നില്ല, മാസ് നമ്പർ 1 ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് മൂലകം കണ്ടെത്തിയത്. ഹെൻറി കാവൻഡിഷ് കണ്ടെത്തിയ മൂലകം ചോദിച്ചാൽ, അതുപോലെ മാസ് നമ്പർ 1 മൂലകം ചോദിച്ചാൽ, ന്യൂട്രോൺ കാണപ്പെടാത്ത മൂലകം ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. ഏതാ? ഹൈഡ്രജൻ ആണ്. 64 താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. താപപ്രേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായത്. ഒന്നാമത്തെ എന്താ? തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപപ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. മാധ്യമത്തിന്റെ സഹായമില്ലാതെയും എന്ത് ചെയ്യുന്നുണ്ട്? താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. 3 എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. താപപ്രേഷണം അല്ലേ? 3 രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. 65ാമത്തെ ചോദ്യം, 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? ക്വാണ്ടം ഡോട്ട്സ്. 66 DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ സമീർ വി കാമത്ത്. 67ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത
ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ചോദിച്ചാൽ ഏതാ? ഇത് ക്യാൻസറായ ക്വസ്റ്റ്യൻ ആണ്. മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? പ്ലാസ്മോഡിയം പ്രോട്ടോസോവയാണ്. 69 വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാനാണ് ഉപയോഗിക്കുന്നത്? വൈഡൽ ടെസ്റ്റ് ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഏതാ? സാൽമോണെല്ല ടൈഫി ആണ്. 70ാമത്തെ ചോദ്യം, രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാ? രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം മോണോസൈറ്റ് ആണ്. ഓപ്ഷൻ സി മോണോസൈറ്റ്. 71 ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള സമയം എത്രയാണ്? ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ സമയം എത്രയാ? 0.8 സെക്കൻഡ് അല്ലേ? ഓപ്ഷൻ ഡി ആണ്. 72 എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരെന്താ? എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേര് ചോദിച്ചാൽ എന്താ? ലെപ്റ്റോസ്പൈറ. 73 ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേരെന്താ? ക്ഷയരോഗം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേര് ചോദിച്ചാൽ എന്താ? BCG. ഇനി രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് എത്രയാണ്? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ചോദിച്ചാൽ 9 to 11 മില്ലിഗ്രാം. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് കാണുന്ന സ്ഥരപാളി ഏതാ? മസ്തിഷ്കത്തെ പൊതിഞ്ഞ് കാണുന്ന സ്ഥരപാളി ചോദിച്ചാൽ ഏതാ? മെനിഞ്ചസ്. ഇനി മുറിവുണ്ടാകുന്ന സമയത്ത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാ? മുറിവുണ്ടാകുന്ന സമയത്ത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, ജീവകം കെ. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ട് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയുടെ പേരെന്താ? ഓപ്ഷൻ ബി മിഠായി. 79 അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി ഏതാ? ഓപ്ഷൻ സി ആണ്, നെഗ്ലേറിയ ഫൗലേറി. 80ാമത്തെ ചോദ്യം, 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ഏതാ? ആശാധാര. ഓപ്ഷൻ എ ആശാധാര. ഇത് 80 ക്വസ്റ്റ്യനേ ഉള്ളൂ ഇതിൽ GK ആയിട്ട്. ബാക്കി 20 ക്വസ്റ്റ്യൻ മാത്സ് ആണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത 2 ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നോക്കാം.